നമസ്കാരം. അമേരിക്കൻ നാവിക ഉപരോധം നിലനിൽക്കെ അത് മറികടന്ന് ഇറാൻ ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നതായി റിപ്പോർട്ടും. വാഷിംഗ്ടണിന്റെ ഉപരോധ നീക്കങ്ങളെ നിഷ്പ്രഭമാക്കി ഇറാൻ തങ്ങളുടെ ഊർജ്ജ വിപണി സജീവമായി നിലനിർത്തുന്നതായാണ് ഷിപ്പ് ട്രാക്കിംഗ് സ്ഥാപനമായ ഡാങ് ട്രാക്കേഴ്സും സാറ്റലൈറ്റ് ചിത്രങ്ങളും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ തങ്ങളുടെ എക്സ്പോർട്ട് ടെർമിനലുകളിൽ നിന്ന് ഏകദേശം 46 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റിയതായാണ് വിവരം. ഇതിന് ഏകദേശം $40 കോടി മൂല്യം വരും. ഇതിനു പുറമെ 40 ലക്ഷം ബാരൽ എണ്ണ കൂടി ഉപരോധ രേഖകൾ മറികടന്നതായി പുതിയ സൂചനകളുണ്ട്. കടലിലെ നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി കപ്പലുകളുടെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്ത് യാത്ര ചെയ്യുന്ന സെറ്റൽത്ത് ടാങ്കറുകൾ വഴിയാണ് ഇറാൻ ഈ നീക്കം നടത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ വടക്കൻ തീരത്തുള്ള ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇത്തരം നീക്കങ്ങൾക്ക് അവരെ സഹായിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ നീക്കങ്ങൾ ആഗോള വിപണിയിലെ എണ്ണ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറച്ചിട്ടുണ്ട്. ഏപ്രിൽ 30 എണ്ണവില സർവകാല റെക്കോർഡിലേക്ക് എത്താനുള്ള സാധ്യത വിപണിയിൽ 2% നിന്ന് 1.1% കുറഞ്ഞു. ഇറാനിൽ എണ്ണ വിപണിയിൽ എത്തുന്നുണ്ടെന്ന ആത്മവിശ്വാസമാണ് ഇതിന് പ്രധാന കാരണം. അതേസമയം ഉപരോധം നീക്കിയാൽ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താമെന്ന് പാകിസ്ഥാൻ വഴി ഇറാൻ അമേരിക്കയെ അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആണവ പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഈ നിർദ്ദേശം അമേരിക്ക സ്വീകരിക്കാൻ സാധ്യതയില്ല. നിലവിലെ സാഹചര്യത്തിൽ എണ്ണ കിണറുകൾക്കോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നാശമുണ്ടായാൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഭ്യന്തരമായി ഇറാൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും എണ്ണ വിപണിയിലെ ഈ പ്രതിരോധം ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ ശക്തമായ ഉപരോധങ്ങളും നാവിക ഉപരോധവും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇറാൻ 46 ലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്തു എന്ന വാർത്ത വെസ്റ്റ് ഏഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ്. ഇറാനെ സാമ്പത്തികമായി മുട്ടുകുത്തിക്കാം എന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾക്ക് നേരെയുള്ള ശക്തമായ മറുപടിയാണ്. അമേരിക്കയുടെ സൈനിക ശക്തിയും സാമ്പത്തിക ഉപരോധവും ഉള്ളപ്പോഴും ഇറാൻ പൂർണ്ണമായി നിയന്ത്രിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം ഇതിലൂടെ തെളിയുകയാണ്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാന്റെ എണ്ണ കയറ്റുമതി 0 ട്രംപിന്റെ ലക്ഷ്യം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ഉപരോധം ഉണ്ടെങ്കിലും ഇറാൻ ഡാർക്ക് ഫ്ലീറ്റ് ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്യൽ പോലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇത് ഇറാനെ യുദ്ധത്തിൽ കൂടുതൽ ആത്മവിശ്വാസത്തിലാക്കുന്ന മറ്റൊരു ഘടകമാണ്. സാമ്പത്തികമായി തകർന്നാൽ മാത്രമേ ഒരു രാജ്യം യുദ്ധത്തിൽ പിന്നോട്ട് പോകൂ. എന്നാൽ എണ്ണ വരുമാനം തുടരുന്നത് ഇറാനെ യുദ്ധം നീട്ടാൻ സഹായിക്കുന്നു. അതേസമയം അമേരിക്കയുടെ ഉപരോധം പൂർണ്ണമായി ഫലപ്രദമല്ല എന്ന് ലോകം കാണുന്ന സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളും അമേരിക്കയുടെ നയങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. എന്നാൽ യാഥാർത്ഥ്യം ഇത്ര ലളിതമല്ല. ഇറാൻ ചില എണ്ണ കയറ്റുമതി തുടരുന്നുണ്ടെങ്കിലും വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പല കപ്പലുകളും തിരികെ അയക്കപ്പെട്ടതും സംഭരണശേഷി തീരുന്ന അവസ്ഥയുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഇറാൻ പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാനാവില്ല, പക്ഷേ തകർന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ടത്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇറാന്റെ ഈ നീക്കം ഒരു സൈക്കോളജിക്കൽ വിജയമാണ്. അമേരിക്കയുടെ ആഗോള നിയന്ത്രണ ശേഷിക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലാണിത്. ചൈന പോലുള്ള രാജ്യങ്ങളിലേക്ക് റെയിൽ വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും എണ്ണ എത്തിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതും ഈ പോരാട്ടം ഒരു സൈനിക യുദ്ധം മാത്രമല്ല, സാമ്പത്തിക യുദ്ധം കൂടിയാണ് എന്നത് തെളിയിക്കുകയാണ്. ഇറാൻ അമേരിക്കയെ പൂർണ്ണമായി തകർത്ത് മുന്നേറുന്നു എന്ന് പറയുന്നത് അതിശയോക്തിയായേക്കാം. പക്ഷേ അമേരിക്കയുടെ ശക്തമായ ഉപരോധത്തിനിടയിലും ഇറാൻ നിലകൊള്ളുന്നു എന്നത് യാഥാർത്ഥ്യമാണ്.